ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പ അലി അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു കൊടുത്ത ഓരോ കറാമാത്തുകളും ഓരോ പദവികളെക്കുറിച്ചാണ് നമ്മളൊക്കെ സംസാരിച്ചു വന്നത്. വകാന മിനൽ ഇർഹാസാതി ലിനുബുവ്വതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്റു ബിഇർ സംസം. സംസം കിണർ കുഴിക്കുക. കിസാനൊക്കെ പറഞ്ഞിട്ട് പിറ്റേന്ന് നോക്കുമ്പോൾ കാണാൻ ഭയങ്കര വൈറലെ ഒച്ചപ്പാടായി. മുസ്ലിയാർക്കാണ് എഴുതും പറഞ്ഞു സംസം വെള്ളം ഉപ്പാപ്പയാന്ന് പോലും കളിച്ചെന്നാണ് ഇന്നലെ മൗലാർക്ക പറഞ്ഞത്. ഓനാണെന്ന് പഠിച്ച് അത് ഇബ്രാഹിം എന്താ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ കാലടിയാണ്. കാലടി എന്നുള്ളത് ശരിയാ. അപ്പോൾ ആ കേട്ട് പഠിച്ചതിൻ്റെ അപ്പുറം എന്തെങ്കിലും കിതാബുണ്ടോ എന്നൊന്ന് പരിധി നോക്കണ്ടേ. അതിനെതിരല്ല. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് സംസം ഉണ്ടായിരുന്നു. ഞാനത്തെ താലിബി പറഞ്ഞു, ആദം അലൈഹി സ്വലാം ഒറ്റക്ക് എവിടെ ഇറങ്ങി? സിലോണിലിറങ്ങി. കുറേ കാലം കഴിച്ചുകൊണ്ടിട്ട് എന്താക്കി? ജിബ്രീൽ അലൈഹി സ്വലാം വന്നിട്ട് കഅബത്തിൻ്റെ അവിടെ കൊണ്ടുപോയി തവാഫ് ചെയ്യിപ്പിച്ച് ദുആ ചെയ്യിപ്പിച്ചല്ലോ. വല്ലാത്ത ദാഹം. ജിബ്രീൽ അലൈഹി സ്വലാം അവിടെ എന്താക്കി? തൽക്കാലത്തേക്ക് ഓർക്ക് വേണ്ടി മാത്രം സംസം ഉണ്ടാക്കി ആ കുടിച്ചതിനോടുകൂടി തീർന്നു. അടുത്ത സംസം എപ്പോൾ? ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ കാലടിച്ച സ്ഥലത്തല്ല. അങ്ങനെ പറഞ്ഞു വെച്ചു. അങ്ങനെ തന്നെ പറയുന്നില്ലേ? ഇറാമിന് ചത്തന് ചെങ്കടൽ എന്തിലാന്ന്? നെയിൽ നദിയിലാണ്. അപ്പോൾ ഞാനടിച്ചിട്ട് പറഞ്ഞ് കുപ്പത്തെ പയ്യിലാണ്. എന്താണ് നിങ്ങളൊരു കളവ് പറഞ്ഞു, ഞാനൊരു മറ്റു കളവ് പറഞ്ഞു. അത് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ വെള്ളം ഇലാഹിയായ വെള്ളമായിട്ട് കുറേ കാലം കൈകാര്യം ചെയ്തു. അപ്പോൾ അവിടെ എന്നാലാ ഭരണം ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ പക്കന്ന് താക്കോല് വാങ്ങിയിട്ട് ഓരോ പങ്കുടുംബക്കാരാന്നാല് ജുറഹും ഗോത്രക്കാർ ഓറോപര ഭരണം നടത്തി. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ മക്കളെ താക്കോലും കൊടുത്തു. എന്തിന്? വെറുതെ കാരണന്മാരോട് തർക്കിച്ചിട്ട് കുഴപ്പമുണ്ടാക്കേണ്ട, അള്ളാഹിൻ്റെ ഹറമല്ലേ. ചോറ് ദുർഭരണം നടത്തിയപ്പോൾ എന്തായി? അള്ളാഹുവിന് ഇലാഹിയായ മദത് കിണറ് പോയി. അപ്പോൾ മറ്റേ ഇത് നാടൊട്ടാകെ പരസ്യമായില്ല. ഇവർ ആക്രമണം ചെയ്യുന്നുണ്ട്, പിന്നെ വിരുന്നുകാരെ സൽക്കരിക്കുന്നില്ല, വെള്ളത്താശ ചെയ്യുന്നില്ല, പിന്നെ ക്യാബയിൽ വരുന്ന പൈസ കക്കാൻ തുടങ്ങി. ഇങ്ങനെ പലതും അരങ്ങേറിയപ്പോൾ ഹുസായത്ത് ഗോത്രക്കാർ ഇതിനെ പ്രതിഷേധിച്ചിട്ടുണ്ടാക്കുന്നത് ഇത് പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി അങ്ങുന്നു. ഹുസായത്ത് ഗോത്രക്കാരോട് പടവരുത്താൻ കഴിയൂലെന്ന് കണ്ട പോലെ ഇന്നും വേണം നടത്തുന്ന ആളെന്താക്കി? ഒളിച്ചോടി ജുർഹും ഗോത്രക്കാർ. അപ്പം എന്താണെന്നറിയോ? കാബത്തിൻ്റെ ആർക്കും ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം കൊത്തി മൂടി നേർച്ച വന്ന സാധനം കാബത്തിൻ്റെ ഹദിയ വന്നതെല്ലാം ഇരുട്ടിട്ട് അമർത്തിയിട്ട് എല്ലാം മൂടിയിട്ട് ഇവിടെ കിണർ പണ്ട് ഉണ്ടായിട്ടില്ലാത്ത പോലെയായി. പണ്ട് ഒരു കിണറുണ്ടായത് പോലൂന്നായി. എന്നുവെച്ചാൽ അത്ര പെട്ടെന്നാകുമെന്ന്. അതുകൊണ്ട് ഹജ്ജും ഉംറയ്ക്കും ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ കാലം മുതൽ വരുന്നാൾ കാൽനടയായ ഒട്ടക്കാരല്ലാണ്ട് ഇന്നത്തെ ഒരു പ്ലെയിനിൽ വരുന്ന ആഴ്ചക്ക് പറ്റി കീന്ന കാലമില്ല. അന്നേരല്ലേ കഴിഞ്ഞ ആഴ്ച ഇവിടെ കിണറുണ്ടായി എന്ന് പറയാൻ പറ്റുള്ളൂ. തൂക്ക റിജാലൻ വാലാക്കുല്ലി നാമിന് യഹ്തിന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ദൂരമായ സ്ഥലത്ത് നിന്ന് കാൽനടക്കാരായോ ഒട്ടകം പുറത്ത് കയറിയോ കൊണ്ടുവരും. അപ്പം രണ്ട് സൗകര്യമുള്ളൂ. അപ്പം വളരെ പരിമിതമായ ആളുകളാണ് വരിക. ഇന്ന് പ്ലെയിനും മറ്റേ സൗകര്യം ഉള്ളത് കൊണ്ടാണ് കൊണ്ടമാൻ ഇറങ്ങി വരുന്നത്. ചുരുക്കത്തിൽ എന്തായി? മക്കത്ത് വെള്ളയിലുണ്ടായി, മൂടപ്പെട്ടു പോയി. അതിൻ്റെ പരിസരം പോലും അറിയാണ്ടായി. അങ്ങനെ കൊല്ലത്ര കഴിഞ്ഞു. അംർ ബിൻ ലുഹൈ ഖുസായി ഭരിച്ചെന്ന് 350 കൊല്ലം. അവിടെ നിന്ന് ആ കാലം മുതൽ അബ്ദുൽ മുത്തലിബ് ഇബ്ബാരെ കാലം വരെ കുട്ടി എത്രയോ 1000 കൊല്ലം കൊള്ളായി. അപ്പോൾ അവിടെ ആവശ്യം കിടലെങ്ങനെയാണ്? മക്കത്തിൻ്റെ പരിസരങ്ങളിൽ 10 കിണറുണ്ടായിരുന്നു. അതൊന്നും എഴുതി പറഞ്ഞിട്ടില്ലെങ്കിലും വലിയ കിതാബിൽ പറയുന്നുണ്ട്. ആ 10 കിണർ കുഴിച്ചിട്ട് വെള്ളത്തിന് എന്താക്കണം? ശ്രമദാനം നടത്തും. ഈ സീസൺ വന്നാൽ വലിയ ഹൗലുണ്ടാക്കി ഈ യോഗ സ്ഥലത്തെല്ലാം താൽക്കാലിക ഹൗലുണ്ടാകും. കുടിക്കേണ്ട അന്ന് വേറെ. അതിലെന്താക്കണം? ഈത്തപ്പഴം തേനെല്ലാം ഒഴിച്ചിട്ട് ഡ്രിങ്കിങ് വാട്ടറാക്കും. ഒന്നുകൊടുക്കാനും കുളിക്കാനും ഇതെല്ലാം ശുദ്ധീകരണത്തിന് വേണ്ടി വേറെ. ഈ ശ്രമദാനം നടത്തിയിട്ട് വെള്ളം കൊണ്ടെടുത്താണ്. ആ സ്വഭാവം എട്ടര വരെ എത്തി. അബ്ദുൽ മുത്തലിബ് ഉപ്പാപ്പ വരെ എത്തി. ഉപ്പാപ്പ എത്തിയ അവസരത്തിൽ ലോകത്തെല്ലാം തൃപ്തികരമായ ഭരണമായിരുന്നു. കാബത്തിനെ ആദരിക്കും, വരുന്നവരെയും ആദരിക്കും, എല്ലാം കൊണ്ടപ്പായി
പിന്നെ അപ്പോൾ എന്നാൽ പണ്ടത്തെ വെള്ളം അബ്ദുൽ മുത്തലിബ് ഇപ്പപ്പാക്ക് അവകാശപ്പെട്ടതായി തുറന്ന്. അപ്പോൾ രണ്ടാമത്തെ തുറക്കലാണ് നമുക്ക് ഇസൈ പറഞ്ഞു വരുന്നത്. അതിന് മറ്റേനെ നിസ്ബി ചെയ്തതല്ല. എന്നാൽ പിന്നെ ഈ പറഞ്ഞ മുസ്ലിയാർ പറഞ്ഞോളൂ, എനിക്ക് കൂടുതൽ ചരിത്രം അറിയില്ല. അപ്പോൾ എവിടെയെങ്കിലും ഒന്നും കിതാബിനെ കണ്ണോടിക്കാത്ത ആൾ 24 മണിക്കൂറും കിതാബിനെ നമ്മൾ എത്തിക്കാതിരിക്കുന്ന ആളോട് എതിർക്കാൻ പറ്റുമോ? അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ തീറ്റി പോയില്ലേ? എല്ലാം അറിയുന്ന നടക്കണം, കൊല്ലും മതി. അപ്പം കിണറ് ഇപ്പം രണ്ടാമത് തുറക്കേന്നിപ്പോൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം. ഹുസാഅത്ത് ഗോത്രക്കാർ, ജുർഹൂം ഗോത്രക്കാർ നാട് വിട്ട് പോകുന്നത് മുതൽ അബ്ദുൽ മുത്തലിബ് ഉപ്പാപ്പൻ്റെ കാലം വരെ കണക്കൂട്ടി ഒരുപാട് കൊല്ലായി. കണക്കൂട്ടി നോക്കണം. വഹാസിലുൽ കിസ്സ ചുരുക്കം പറയാ, അന്ന അമ്രബിനുൽ ഹാരിസിൽ ജുർഹം ഗോത്രക്കാരനായ അമ്രബിനുൽ ഹാരിസ്, അന്ന് ഇവിടെ കഅബത്തിൻ്റെ അവിടെ ഭരണം നടത്തിയിരുന്ന ആള്, ലമ്മാ അഹദത ഖൗമഹു ജുർഹും ബി ഹറമില്ലാഹി തആല അൽ ഹവാദിസ, അദ്ദേഹത്തിൻ്റെ കൗമീങ്ങൾ ജുർഹം ഗോത്രക്കാരുണ്ടല്ലോ, കഅബത്തിൻ്റെ അവിടെ കൊള്ളരുതായ്മയായ പല കാര്യങ്ങളും അവിടെ അദ്ദേഹം എന്താക്കി നടപ്പിൽ വെച്ചു. അപ്പോൾ ഖാഫ നുസൂലൽ അദാബി ബിഹിം, ഇനി അവർക്ക് അദാബ് വരും എന്നുള്ള പേടിയിലേക്ക് എത്തി. ഫഅമദ ഇല അൻഫസിൽ അംവാലി, ബല പിടിച്ച സ്വത്തുക്കൾ എന്തൊക്കെ ഉണ്ടോ കഅബത്തിന് ഹദിയായിട്ടും നേർച്ചയായിട്ടെല്ലാം വരും. വഹിയ ഗസലാനും മിൻ ദഹബിൻ വസുയൂഫുൻ വഅദ്റാഉൻ വഹജറുർ റുഖിൻ, ഇതെല്ലാം ഉണ്ടായിരുന്നു. സ്വർണം കൊണ്ടുള്ള പല സാധനങ്ങളുണ്ട്. അതുപോലെ വാളുകളുണ്ടായിരുന്നു, പടയങ്കി ഉണ്ടായിരുന്നു, ഹജറുൽ അസ്വദിൻ്റെ കല്ലുണ്ടായിരുന്നു. ഇതെല്ലാം എടുത്തിട്ട് വക്കീല ഹജറുൽ മക്കാമുണ്ട്, മക്കാം ഇബ്രാഹിമിൻ്റെ അക്കല്ലും അക്കൂട്ടത്തിൽ എടുത്തെന്നാ പറയുന്നത്. ഒരു കീല അവിടെ പ്രധാനപ്പെട്ട ഹജറുൽ അസ്വദും ഇബ്രാഹിം മക്കാം ഒരു കല്ലാണല്ലോ. ഫജഅലഹ ഫീ സംസം, അത് സംസമിക്കൊണ്ട് പോയി ഇട്ടിട്ട് വബാലഗ ഫീ തമ്മിഹ, അത് മൂടുന്ന വിഷയത്തിൽ നല്ലോണം കൊത്തിച്ചതച്ചിട്ട് എല്ലാം ക്ലിയറാക്കിയിട്ട് ലെവലാക്കി. ഇനി ഇവിടെ അങ്ങനത്തെ സാധനമേ വേണ്ട. എന്നിട്ടോ വഫറ ഇലൽ യമൻ ബി ഖൗമിഹി, ഖൗമിനെയും കൂട്ടിയിട്ട് എന്താക്കി യമനിലേക്ക് ഒളിച്ചോടിപ്പോയി. ഫലം തസൽ സംസം മിൻ ദാലിക്കൽ ലഹദി മജ്ഹൂലതൻ, ആ കാലഘട്ടം മുതൽ ഉപ്പാപ്പാൻ്റെ കാലം വരെ എന്തായി, സംസം ഒന്നുണ്ടായിരുന്നു പഴയ കാലത്ത്, അതിപ്പോൾ ഇല്ല എന്നുള്ള ചുറ്റുപാടിലേക്ക് എത്തി. ഇവിടെ എവിടെയോ ഒരു കിണറുണ്ടായിരുന്നു. ഇബ്രാഹിം മക്കൾ കല്ല് പറയുമ്പോഴേക്ക് ഞാൻ വിചാരിച്ചിരുന്നു അത് മറ്റേ ജബൽ കാബൻ്റെ കല്ലായിരിക്കാനാണ് സാധ്യത. അപ്പോൾ പരിശോധിച്ചാൽ കിട്ടും, എൻ്റെ എല്ലാ ചോദ്യത്തിനും മറുപടി. ഏതായാലും ഇലാ റുഫിയത്തിൽ ഹുജുബ അൻഹ, പിന്നീട് അബ്ദുൽ മുത്തലിബ് ഉപ്പാപ്പാര കാലത്താണ് അത് തുറക്കപ്പെടുന്നത്. എങ്ങനെയത്? ബി റുഇയ റആഹ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, സ്വപ്നം കണ്ടതാണ്. ദല്ലതു അലാ ഹഫദിഹ ബി അമാറാത്തിൻ അലൈഹ, അതിനുള്ള ലക്ഷണങ്ങളും അടയാളങ്ങളും കാണിച്ചു കൊടുത്തിട്ട് അബ്ദുൽ മുത്തലിബ് ഇപ്പാപ്പയാണ് എന്താക്കിയത്, അത് തുറക്കുന്നത്. റവ ഇബ്നു ഇസ്ഹാഖ് ബി സനദിൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സനദിലേക്ക് സനദ് പറഞ്ഞുകൊണ്ട് ഇബ്നു ഇസ്ഹാഖ് എന്ന് പറഞ്ഞാൽ വലിയ മുഹദ്ദിസാണ്. പക്ഷെ മൂപ്പർ എല്ലാ ഹദീസിനും മൂപ്പർ പോയിട്ടില്ല. മൂപ്പർക്ക് ഒരു താല്പര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശമായിലും സീറയും കടയും. അതാണ് ഖാല ഇബ്നു ഇസ്ഹാഖ് മങ്കൂസ് കാണുന്നില്ലേ? ഇവർ ആക്ഷേപിക്കുമ്പോൾ ചെറിയ ആളല്ല. മാത്രമല്ല ഇബ്നു ഹിഷാം റളിയല്ലാഹു അൻഹു ഉസ്താദിൻ്റെ ഉസ്താദും കൂടിയാണ്. അപ്പം ബുഖാരി ഇമാമിൻ്റെ എത്രയോ മുമ്പായി. ഖാല, അതിൽ പറയുന്നു, ഖാല അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നി ലനായിമു ഫിൽ ഹിജ്ർ, ഞാൻ ഹിജ്റിൽ ഉറങ്ങുകയായിരുന്നു. ഇത് അത്താനിയാത്തിൻ, എൻ്റെ അടുക്കലേക്ക് ഒരാൾ വന്ന് ഫഖാല ഇഹ്ഫിർ തൈബ എന്ന് പറഞ്ഞു, തൈബ കുഴിക്കണം നിങ്ങൾ. തൈബ എന്നുള്ളത് എന്താ, സംസമിൻ്റെ ഒരു പേരാണ്. അതിൻ്റെ ഓരോ ഔസാഫ് നോക്കിയിട്ട് ഓരോ പേര് പറയും. അത് വല്ലാത്തൊരു വെള്ളം, സാധാരണ വെള്ളമല്ല, അതിൻ്റെ ബർക്കത്ത് പറഞ്ഞാൽ തീരൂല. ഫഖുൽതു, ഞാൻ പറഞ്ഞു വമാ തൈബ, എന്താ തൈബ എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഫദഹബ, കണ്ടാൾ പോയി. ഒരു ദിവസമായ ഫലമ്മ കാനൽ ഗദു റജഅതു, പിറ്റേന്ന് എന്താക്കി അതേ സ്ഥലത്ത് എൻ്റെ ഇല്ല മല്ലജി,
ഇന്നലെ കിടന്ന അതേ സ്ഥലത്ത് തന്നെ പോയി. ഫനിംതു ഫീഹി, അതിലുറങ്ങി. ഫജാഅനി, എൻ്റെ അടുത്ത് ആൾ വന്നിട്ട് ഹെഫർ ബർറാന്ന്, ബർറ കുടിക്കുക, കേബത്തിൻ്റെ അല്ല ഇതിൻ്റെ പേര് ഇദംസിൻ്റെ മറ്റൊരു പേര്. ഫഖുൽതു വമാ ബർറ, എന്താണ് ബർറ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ് ഫദഹബനി, അതും പോയി. ഫലമ്മാ കാനൽ ഗദു, മൂന്നാം ദിവസമായപ്പോൾ റജഅതു ഇലാ മൽജിഇ, അവിടെ തന്നെ പോയി കിടന്ന്. ഫനിംതു ഫജാഅനി ഫഖാല ഇഹ്ഫിറുൽ മൽനൂന എന്ന് പറഞ്ഞു. മൽനൂന കുടിക്കുക, മൂന്നാമത്തെ പേര്. മൽനൂന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സാലിഹീങ്ങൾക്ക് മാത്രം കൊടുക്കുകയും കുരുത്തക്കെട്ട് കാട്ടുന്നവർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന എന്നാണ് അതിൻ്റെ ചുരുക്കസാരം. അതുകൊണ്ടാണ് എന്താക്കി ജുർഹും ഗോത്രക്കാർ കുരുത്തക്കെട്ട് കാട്ടിയപ്പോൾ ഓരോ കൈ കൊണ്ട് തന്നെ ദൂരത്തെളിഞ്ഞില്ലേ. എന്നെന്താക്കണം, കൊടുക്കേണ്ട അർഹതപ്പെട്ട ആൾ വരുമ്പോൾ കൊടുക്കും. അതാണ് അതിൻ്റെ പേരങ്ങനെ വരാൻ കാരണം. ഫഖുൽതു വമൽ മൽനൂന, ഈ മൽനൂന എന്ന് പറഞ്ഞാൽ എനിക്ക് തിന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഫദഹബനി, അപ്പോൾ മൂന്നായ. ഫലമ്മാ കാനൽ ഗദു റജഅതു ഇലാ മളി, നാലാം ദിവസം അവിടെ പോയി പിന്നെ. ഫനിംതു ഫീഹി ഫജാഅനി ഫഖാല ഇഹ്ഫിർ സംസം, സംസം കുടിക്കുക എന്ന് പറഞ്ഞു. ഇപ്പം ഏകദേശം കാരണം സംസം കേട്ട പരിചയമുണ്ടല്ലോ മുമ്പത്തെ. ഖുൽതു വമാ സംസം, എന്നാലും എവിടെ കുടിക്കണം, എങ്ങനെ കുടിക്കണം, സംസം എന്ത്? ഖാല, അവിടുത്തെ പറയുന്നു ലാ തുൻസഫു അബദ, ഒരിക്കലും കോരിയാൻ പറ്റുന്നതല്ല. വെള്ളത്തിൻ്റെ വസ്ഫ അറിയുന്നത് ഒന്ന്. വല തുതമ്മോ, അതിൻ്റെ രുചിമാറ്റം വന്നിട്ട് ആരും കുറ്റം കുറവും പറയാനുണ്ടാവില്ല. തസ്കിൽ ഹജീജൽ ആദം, വമ്പിച്ച് ജനക്കൂട്ടം വന്ന ഹജ്ജിൻ്റെ ആളുകൾക്ക് കുടിപ്പിക്കാനുള്ളതാണ്. അത് അതിൻ്റെ ഔസാഫല്ലേ. ബൈനൽ ഫർസി വദ്ദം, ഫർസിൻ്റെയും ദമ്മിൻ്റെയും ഇടയിൽ എന്ന ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തു. ഫർസ് എന്ന് പറഞ്ഞാൽ ചാണകക്കുടൽ, ദം എന്ന് പറഞ്ഞാൽ ചോരയാണ്. ഈ ചാണകക്കുടലും ചോര എന്താ ഇവിടേക്ക് ബന്ധം? അതിന് ചിലർ വ്യാഖ്യാനം പറഞ്ഞത്, ഈ ഇസാഫ് നായിലത്ത് എന്ന് പറഞ്ഞിട്ട് രണ്ട് ബിംബത്തിനെ വെച്ചിട്ടുണ്ടല്ലോ. ഇസാഫിന് അതിൻ്റെ മേലെ സഫാൻ്റെ മേലെയും നായിലത്ത് എന്ന് പറഞ്ഞത് മറവൻ്റെ മേലെയും. അപ്പോൾ അവരെന്താക്കും, പിന്നീട് അതിനെ വേണ്ടിയിട്ട് അതിനെ തൃപ്തിപ്പെടുത്താൻ എന്താക്കും, അറക്കാൻ തുടങ്ങി, അറവ് നടത്തും. അറവ് നടത്തുമ്പോൾ ഇത് വൃത്തിയാക്കാണ്ട് എന്താക്കും, പുറത്തും തമ്മിലായിട്ട് ഇട്ടിട്ട് പോക്കാം. അപ്പം ഫറസും തമ്മനും പണ്ടേ ചാടിയിട്ട് പോകാനുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ എന്തായി, സഫാൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ട് അവിടെ സഫാൻ്റെ ഭാഗത്താണല്ലോ സംസമിൻ്റെ തുടക്കം വരുന്നത്, ആ പരിസരമാവും എന്ന് വ്യാഖ്യാനം പറഞ്ഞു. എൻ്റെ മുപ്പത് എന്താ പറയുക നമുക്ക് നോക്കാം. അപ്പം സ്ഥാനം പറഞ്ഞു. പിന്നെ ഇന്ത നക്രത്തിൽ ഖുറാബിൽ ആസം, ഖുറാബുൽ ആസം എന്ന് പറഞ്ഞാൽ കളറ് മാറ്റമുള്ള ഒരു കാക്ക. ഇന്നത്തെ കാക്കക്ക് എന്താ കളറ്? കറുപ്പ്. ഇത് കറുപ്പല്ലാത്ത വേറെ കളറുള്ള കാക്ക. അത് അവിടെ എന്താക്കും, കൊത്തും. ആ പോയിന്റ് കാണിച്ചു തരും. അപ്പോൾ അതാണ് കാരണം കുറ്റടിച്ചു കൊടുക്കല്ലേ. അതായത് എൻ്റെ കറിയത്തിൻ്റെ എന്ന ഉറുമ്പിൻ്റെ കറിയ അതല്ല. അപ്പോൾ സ്ഥലം നിശ്ചയിച്ചു കൊടുത്ത്. എന്നിട്ടോ ഫലം മാക്കാനുള്ള കതു, ഇനിയിപ്പോൾ ഏതാണ്ട് സ്ഥലവും തെരുവാജി അടുത്ത വന്നപ്പോൾ റഹബ അബ്ദുൽ മുത്തലിബി റളിയല്ലാഹു അൻഹു വലദഹുൽ ഹാരിസു, മകൻ ഹാരിസിനെയും കൂട്ടി. അന്ന് ഹാരിസാണ്, നമുക്ക് 10 മക്കളുണ്ട്, ആൺമക്കൾ. 10 മക്കളിൽ അന്ന് ഹാരിസേ ഉണ്ടായിട്ടുള്ളൂ, മൂത്താള്. അപ്പോൾ വജദ കറിയത്തൻ നംലി, അപ്പോൾ ഏതായി കറിയത്തുൻ നംല് കണ്ടെത്തി. ഇവിടെ ബൈന ഇസാഫിൻ വ നായില, ഇസാഫ് എന്നുള്ള അതിൻ്റെ വെള്ള് സഫാൻ്റെ മേലെ, നായില യഥാർത്ഥത്തിൽ അത് പഠിച്ചോന്നില്ല. അവിടെ വന്നിട്ട് അന്യനാട്ടുകാരായി ഇവർ കുരുത്തുകേട് കട്ടിയപ്പോൾ അള്ളാഹു തആല കല്ലാക്കിയിട്ട് കോലം മറിച്ചില്ല. അപ്പോൾ അംർ ബിൻ ലുഹൈ പറഞ്ഞോടത്ത് ഇത് ആൺ ദൈവം ഇത് പെൺ ദൈവമാണ്, ഇത് നല്ല സ്ഥലത്ത് തന്നെ സ്ഥാപിക്കണം എന്ന് പറഞ്ഞപ്പം, കാരണം ഇന്ന് പറഞ്ഞ കണക്ക് എല്ലാം വിശ്വസിക്കുന്ന പോകുമ്പോൾ ഇപ്പം അന്നും അടുത്തേക്കാൾ ഇപ്പം നമ്മ മടങ്ങിയത്. ഇവിടെ നിൻ്റെ ഇത്താത്ത നിൻ്റെ കാരണവരെ അല്ലെങ്കിൽ ഭാര്യ സഹിത ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ അപ്പം സമീന വാത്തായിനാക്കിയില്ലേ, ഇവിടെ കലമ്പുടങ്ങിയില്ലേ. അള്ളാഹ് പറയും ഇതാ ജാക്കും ഫാസിക്കും ഇൻ ജാക്കും ഫാസിക്കും പിന്നെ ഫതബയ്യനു, ഒരു ഫാസിക്കും വർത്താനം പറഞ്ഞ അംഗീകാരം കൊടുക്കല്ലേ, ഞാൻ നിങ്ങൾ ചിന്തിക്കാനുണ്ട്, നിങ്ങൾ വലിയ അപകടത്തിലേക്ക് പോയി ചാടുമെന്നാണ് പറഞ്ഞത്. അതൊന്നും ഇപ്പില്ല. സമീന വാത്തായിന ആരാന്ന് കണക്കുകാരൻ പറഞ്ഞത്, കണക്ക് വെക്കുന്ന മോലാർക്ക പറഞ്ഞതെന്നാണ്. നെയ്ച്ചോറക്കുന്ന മോലാർക്കാന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ബക്കലും കിട്ടുമായിരുന്നു. മാറ്റമാർച്ചിലുണ്ട് കണക്ക് ബക്കൽ സഹലമെന്ന്. പക്ഷേ കൂട്ടലുണ്ട്, കിഴിക്കലുണ്ട്, ഗുണിക്കലുണ്ട്, ഹരിക്കലുണ്ട്, മുതലായവുണ്ട്. ബക്കലുണ്ട് ഇടയ്ക്ക് ഇട്ടിട്ട്.
അപ്പോൾ അംറു ബിൻ ലുഹയ്യ് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം എതിർ ചോദ്യമില്ല. അതിനെന്താക്കി, ഒരാളെ കൊണ്ടുപോയിട്ട് സഫാൻ്റെ മേലും മറ്റേനെ നായലത്തിൽ മറുപയിൽ സ്ഥാപിച്ച്. അത് ദൈവം അതാണ് അഭിമുഖമായിട്ട് ചില ഇപ്പോൾ പോകുമ്പോൾ ബൈക്കെല്ലാം ചില മാബദ് ഷയാത്തിൽ കാണും, ഒരു മലയെല്ലാം തുർത്തിയിട്ട് ഇങ്ങനെ ഒന്ന് അപ്പുറവും ഒന്നിപ്പുറവും. ഇതെല്ലാം അതിൻ്റെ പ്രതികരണങ്ങളാണ്. പിന്നെ ഹുബലൂന്നുണ്ട് പറയുന്നുണ്ട്, അത് കയപ്പത്തിൻ്റെ ഉള്ളിലാന്ന് പോലും. എന്താണ്, ഇയാൾ ഷാമിലേക്ക് പോയപ്പോൾ ഹുബലൂനെ കുളിപ്പിക്കുന്നതും ഈനാക്ക് പരിപാലിക്കുന്നതെല്ലാം കണ്ടപ്പം ചോദിച്ചത്, എന്താപ്പാ ഇത് വലിയൊരു പഠിച്ചവനാണ്, ഇതിനെക്കൊണ്ട് എന്താ കാര്യം, മഴ കിട്ടും, ഇയാളാണ് മഴയിപ്പിക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് തോന്നി മക്കത്തേതായാലും മഴയില്ലല്ല, വെള്ളത്തിന് ക്ഷാമമല്ല, അയാളെ കാലത്തും വെള്ളമില്ലല്ല. അപ്പം നാട്ടുകാർക്ക് എന്തൊക്കെ ഉപകാരം ചെയ്യല്ല മഴ പെയ്ത് കിട്ടിയാൽ. എന്നാൽ എനിക്കൊന്നും വേണമല്ല, എന്നാൽ നിങ്ങൾ എത്ര ദിവസം ഉണ്ടാവും ഇവിടെ, ഞാൻ ഇത്ര ദിവസം. അപ്പോഴേക്ക് നമ്മൾ ചെത്തി ഉണ്ടാക്കാം. എന്ത് സൈസാണ് വേണ്ടത്, കല്ലുകൊണ്ട് വേണമാ, രത്നം കല്ലുകൊണ്ട് വേണമാ, കരിങ്കല്ല് കൊണ്ട് വേണമാ, മരം കൊണ്ട് വേണമാ, ഇനം പറഞ്ഞു കൊടുക്കണം. ഇവരെന്താക്കും, അച്ഛനെ കൊണ്ട് ചെത്തിച്ചിട്ട് പോകുമ്പോൾ ഇതും കാഴ്ച വെച്ച് കൊണ്ടാണ്. അപ്പം വലിയ ആർഭാടത്തോടുകൂടി പണ്ട് മീസാങ്കല്ല് ഉറൂസ് നടത്തി നടക്കാൻ, പണ്ട് ഇഷ്ട പറഞ്ഞില്ലേ, മീസാങ്കല്ല് ഉറൂസ് നടത്തിയാൽ കൊല്ലത്താണ് നടത്തി വരുന്ന മീസാങ്കല്ല് ഉറൂസ്. ഇക്കെല്ലാം പൂർവ്വ ആർഭാടത്തോടു കൂടി നടത്തപ്പെടുന്നതാണ്. കേരളത്തിൽ നടന്ന സംഭവമായി ഇത്. ചാലത്ത് അബ്ദുറഹ്മാൻ ഉസ്താദ് വഫാത്തായി റളിയല്ലാഹു അൻഹു നല്ല അലിമാന്ന്. മൂപ്പർ നന്ദിയിൽ അസിസ്റ്റൻ്റ് പ്രസിഡൻ്റ് ഉണ്ടാക്കുമ്പോൾ MT ഉസ്താദിനോട് പറയും, മൂപ്പർ ഇടക്കിടക്ക് പോയിട്ടിരുന്നോ, ഒരുപാട് മാലൂമാത്ത് കിട്ടും. ആ കൂട്ടത്തിൽ പറയാൻ മൂപ്പർ ഈസ പറഞ്ഞു, മൂപ്പറാടെ ഓതുണ്ട കാലം ഈ പറഞ്ഞ കരിങ്കൽ ഉറൂസ് നടത്തിയ കാലം അത് നടത്തണമെന്നേ കേട്ടിട്ടുള്ളൂ. എന്തേ കൊണ്ടിരിക്കാം. അങ്ങനെ കൊടിമര ഉറൂസില്ലേ, കൊടിമര ഉറൂസിൽ ചക്കരച്ചോലം വിളമ്പിയിട്ട് അവിടെ കൊണ്ടേക്കണം, പൂവങ്കായി കൊണ്ടേക്കണം, ചന്ദനത്തിരി കൊണ്ടേക്കണം, പിന്നെ അത് 7 ചുറ്റണം. ആ കൊടിമര ഉറൂസ് ലാത്തതിന് മുമ്പുണ്ട്. അപ്പറായിത്തുമില്ലാത്ത വല്ലുസാന്ന് നൂഹ് അലി ഇസ്ലാമിൻ്റെ കാലത്താണ്. നൂഹ് അലി ഇസ്ലാമിൻ്റെ കാലത്ത് വെള്ളപ്പൊക്കത്തിലെല്ലാം പോയി, ഒഴുകിയിട്ട് പോയി. അപ്പോൾ ഈ അംറു ബിൻ ലുഹയ്യ് എന്ന് പറഞ്ഞാൽ ഒരു കാഫിർ ജിന്നുണ്ട്. ഈ കാഫിർ ജിന്നാന്ന് ഇയാൾ ഉപയോഗപ്പെടുത്തുന്നത് ജനങ്ങളെ പഴപ്പിക്കാൻ. ഇയാൾ അംഗീകാരം കിട്ടുന്നുണ്ട്, ഇയാൾ പറഞ്ഞാൽ ജനസ്വാധീനമുള്ള ആളാന്ന് കണ്ടതിൻ്റെ പേരിൽ എന്താക്കി ഇയാൾ ഉപയോഗപ്പെടുത്തി. ഒരു ദിവസം ഇയാൾ ഉറങ്ങുമ്പം പറഞ്ഞ് നമുക്ക് സ്ഥലത്ത് പോകാനുണ്ടെന്ന് ജിന്നെ കൂട്ടിയിട്ട് പോയി അടുത്തേക്ക് ജിദ്ദയിലേക്ക്. ഇതാണ് ഇവിടെ മാന്തുന്നു. അന്നേരമാണ് ലാത്ത ഉസ്സ മനാത്തനെല്ലാം ഓരോരോ കല്ലിങ്ങനെ കിട്ടുന്നു. ഇതൊക്കെ പൂർവികന്മാർ ആരാധിച്ചു വന്ന ഇലാഹുകളാണ്, ഇതിനെ വെറുതെ കളഞ്ഞാൽ പറ്റൂല, നിങ്ങൾ എടുത്തിരുന്നാക്കണം, ഫാബയെ കൊണ്ട് താമസിപ്പിക്കണം എന്ന്. അത് മുമ്പേ ഉണ്ട്. ലാത്ത ഉസ്സ മനാത്ത, പിന്നെ ഹുബുലു ഇയാൾ ഷാമിന്ന് കൊണ്ടാകുന്നതാണ്. അപ്പോൾ അത് ഇയാൾ അങ്ങനെ കൊണ്ടാകുന്ന നല്ല സാധനം എന്താക്കണം, VIP സീറ്റ് കൊടുക്കണ്ട. കാബത്തിൻ്റെ ഉള്ളിൽ ഒരു കിണറുണ്ടായിരുന്നു. കിണറെന്ന് പറഞ്ഞാൽ മോളിൽ നിന്ന് ഇങ്ങനെ പൈസ അറിയില്ല, മച്ചില്ല, അതിലേക്ക് പോകാൻ ചെറിയ ഒരു കിണർ ആ ബക്കത്താണ് സ്ഥാപിച്ചത്. അതിനാ പറഞ്ഞുകൊണ്ടാണ് ഓരോ ഹുബുലോ എന്ന് അത് പറഞ്ഞത്. അബൂജഹൽ ബദറിലേക്ക് പുറപ്പെടണം പറഞ്ഞില്ലേ, ആ ഹുബുലോ നീ ഇങ്ങനെ കഴിഞ്ഞാൽ പോരാ, നീ ഉയർന്ന് പ്രവർത്തിക്കണം, ഞങ്ങൾ പോകുന്നുണ്ട് എവിടത്തേക്ക്, ബദറിലേക്ക്. ആ ഏതായാലും സ്ഥലം കിട്ടി. അത് ആയിന് ആ സനമൈനില്ലതൈന് യദ്ബഹൂന ഇൻദഹുമാ, ആ ഇസാഫ് നായിലത്തിൻ്റെ മുമ്പിലാണ് ഇവർ പണ്ടേ അറുക്കാറുള്ളത്. ആ അറുത്ത ഇതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇത് ഫറസുൻ ദമൻ എന്ന് പറഞ്ഞ സാധനം. ആ വജദൽ ഖുറാബ യൻഖുറു, കാക്കണ്ടല്ലോ അത് കൊത്തി കാണിക്കുന്നതുകൊണ്ട് ഇൻദഹ എവിടെ ബൈനൽ ഫർസി വദ്ദമി, തിരിഞ്ഞല്ലോ. ഐ ഫി മഹല്ലിഹിമ, ഫർസ് ദമ അന്നില്ല, മുമ്പ് ചാടിയിരുന്നൊരു സ്ഥലം, സ്ഥലം കാലിയുണ്ട്, അവിടെ കൊത്തിക്കുടിച്ചു. ഇനി കാബത്ത് ഈ സംസമിൻ്റെ ഓരോ വസ്ഫില്ലേ, ഓരോന്നിൻ്റെ പേരാ പറയുന്നത്. ഖൗലുഹു ബർറത്തു, ബർറത്ത് എന്ന് പറഞ്ഞത് ബി ഫത്ഹിൽ മുവഹദത്തി, ബാക്ക് ഫത്ഹ് വായിക്കണം, വ തഷ്ദീദിൽ മുഹമ്മലത്തി, റാക്ക് ഷദ് വായിക്കണം. സുമ്മിയത്ത് ബിദാലിക ലികസറത്തി മനാഫിഹ, കണ്ടാ, അതുകൊണ്ട് ധാരാളം ഉപകാരമുണ്ട്. ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം, വെള്ളമായി ഉപയോഗിക്കാം, തഹാറത്തിന് ഉപയോഗിക്കാം, അത് ഷിഫാക്ക് വേണ്ടി ഉപയോഗിക്കാം, ബർക്കത്തിന് ഉപയോഗിക്കാം എന്നുള്ള മനാഫി അറിയത് കൊണ്ടാണ് ബർറത്ത് എന്ന് പേര് വന്നത്. വ സാഅത്തി മാഇഹ, അതിൻ്റെ വെള്ളം എത്ര
കോരിയാലും പാരിയാലും എത്ര ഇടാലും അറ്റമാവില്ല. അതാണ് ബർറത്ത് എന്ന് പേര് വന്നത്. ഓ ഇസ്മുൻ സാദിഖുൻ അലൈഹ, അപ്പോൾ അതിന് ഒറ്റ പേരായിട്ടുണ്ട്. ലിയന്നഹ ഫാദത്തിലിൽ അബ്റാർ, മാത്രമല്ല അബ്റാറിങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു തആല ഒഴുക്കിയത്. ആർക്ക്? ഇസ്മായിൽ അലൈഹിസ്സലാം. വഖാലത്ത് അനിൽ ഫുജ്ജാർ, ഫുജ്ജാരിങ്ങൾ വന്നപ്പോൾ അത് ഇല്ലായ്മ ചെയ്തു മതി. വസുമ്മയത്തിൽ മദ്ലൂന എന്ന് പേര് വന്നു, മറ്റൊരു പേര് വന്നില്ലേ? അത് പറഞ്ഞത് ലിഅന്നഹ ളന്ന ബിഹ അൻ ഗൈരിൽ മുഅ്മിനി, മുഅ്മിനല്ലാത്താക്ക് അല്ലാഹു തആല കൊടുക്കൂല. അതിനൊരു ഹദീസ് പറഞ്ഞു, ഫലാ യതളല്ലഉ മിന്നാ മുനാഫിഖുൻ, മുനാഫിഖ് അത് വയറ് നിറയെ കുടിക്കാൻ ഒഴുകൂല എന്നാണ് പറയുന്നത്. വഫിൽ ഹദീസ് മർഫൂഅൻ മൻ ശരിബ മിൻ സംസം ഫൽയതളല്ലഉ, ഒരു ഹദീസിലുണ്ട് മർഫൂഅൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അതിൻ്റെ സനദ്. ആരെങ്കിലും സംസം കുടിക്കുകയാണെങ്കിൽ വയറ് നിറയെ കുടിക്കണം. അതുകൊണ്ട് ഫഇന്നഹ ഫർഖു മാ ബൈനനാ വബൈനൽ മുനാഫിഖീൻ, നമ്മുടെയും അഥവാ സത്യവിശ്വാസികൾ മുനാഫിക്കിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം സംസം കുടിക്കാൻ അവനിക്ക് കൂടുതൽ കഴിയില്ല എന്നാണ്. അതാ ലാ യസ്തതിഊന അൻ യതളല്ലഉ മിൻഹാ, അതിൽ നിന്ന് വയറ് നിറയെ കുടിക്കാൻ ആർക്ക് കഴിയൂല? മുനാഫിക്കിന് കഴിയൂല. റവാഹു ദാറഖുത്നി വറവ സുബൈർ ബിൻ ബക്കർ അന്ന അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഖീല ലഹു ഇഫ്ർ സംസം മദ്ലൂന. നമുക്ക് ഇസയിലേക്ക് പിന്നെ മടങ്ങുന്നത്, അപ്പോൾ ഓരോന്നിൻ്റെയും അർത്ഥം പറഞ്ഞല്ലോ, ഞാനും പറഞ്ഞിട്ടുണ്ടായി. അബ്ദുൽ മുത്തലിബ് ഇപ്പോൾ അവനോട് മദ്ലൂനത്ത് കുടിക്കാൻ പറഞ്ഞില്ലേ, അതാ ലനൻതു ബിഹാ അലന്നാസി ഇല്ല അലൈക എന്നുള്ള ഒരു വാക്കും കൂടി പറഞ്ഞതായിട്ട് സുബൈർ ബിൻ ബക്കറിൻ്റെ റിവായത്തിലുണ്ട്. നിങ്ങൾക്ക് മാത്രം ഞാൻ നൽകുകയാണ്, മറ്റുള്ളവർക്ക് കൊടുത്തില്ല. ഖുറൈശികൾ എത്ര നേതാക്കന്മാർ അന്ന് ജീവിച്ചിരിപ്പുണ്ട്, അതിന് അർഹതപ്പെട്ട ആൾ ഉപ്പാപ്പന്നെ. അതുകൊണ്ടാണ് വഖൗലുഹു ലാ തുൻസഫു, വെള്ളത്തിന് ഒരു വിശേഷം പറഞ്ഞില്ലേ, എന്നുവെച്ചാലോ ഐ ലാ യുഫറഖു മാഉഹ, അതിൻ്റെ വെള്ളം ഒരിക്കലും കോരിയാൻ പറ്റൂല. വലാ യുൽഹഖു കഅറുഹ, അതിന് എത്ര മാടമുണ്ടെന്നും ആർക്കും പിടുത്തം കിട്ടൂല, വലിയ ആഴുണ്ട്. വഖൗലുഹു ലാ തുദമ്മു എന്ന് പറഞ്ഞില്ലേ, പക്ഷേ മൊത്തം കെട്ടിയെടുത്ത് നോക്കുമ്പോൾ വലിയ ആഴുണ്ട്. അതിൻ്റെ ഒരു കിതാബുണ്ടായിരുന്നു, ഞാൻ കൊണ്ട് പോയിട്ട് പിന്നെ എനിക്ക് തിരിച്ചു തന്നില്ല. അതിന് കിട്ടുന്ന പണിയെടുത്ത ഒരു എഞ്ചിനീയർ എഴുതിയതാണ്. മാവ് സംസം എന്ന് പറഞ്ഞിട്ട് അത് എവിടെ നിന്ന് ഉടലെടുക്കുന്നു, അതിന് എത്ര ഉറവുകളുണ്ട്, എത്ര ആഴത്തിലുണ്ട്, അതിന് എത്ര കല്ല് കെട്ടിയിട്ടുണ്ട്, എത്ര കുഴിയുണ്ട്, എല്ലാം വിശദമാക്കുന്നുണ്ട്. അതിന് മീറ്റർ ആയപ്പോൾ ഒരുപാടുണ്ട്. പിന്നെ ആയിഷ പള്ളിനാടെ കുറച്ചങ്ങൾ പോയാൽ ഒരു മ്യൂസിയം ഉണ്ട്, ഈ ക്യാബത്തിന് മാത്രമുള്ള മ്യൂസിയം. ക്യാബത്തിൻ്റെ വാതിൽ തുറക്കുന്ന താക്കോല്, പണ്ട് വാതിൽ മേലെയായപ്പം കയറുന്ന ഏണി, അസൽ മണ്ടില്ല. അതിൻ്റെ കൂടെ ആരാ ഉണ്ടായ ഇങ്ങനെ, അതെ. പിന്നെ കോരിയ ബക്കറ്റ്, കയറ്, കപ്പി ഉണ്ടല്ലോ കൊല്ലുന്ന, ഇതെല്ലാം കാണിച്ചു കൊണ്ടിട്ട് ഇത് ബഹുമാനിക്കുമെന്ന് കണ്ടാൽ കൊടുക്കാം, ബഹുമാനിക്കുന്നില്ല മുജാഹിദിന് വരെ കൊടുത്തുവിടാം. അതേ മനസ്സിലായി. അയൽവാസിക്ക് മക്കളെ ഇല്ലാച്ച് പെണ്ണുങ്ങൾ കുറിച്ചിട്ട് മക്കളായ കഥയെല്ലാം പറയുന്നുണ്ട്. ലോകം എത്രയോ ചികിത്സിച്ച് മാറാത്ത ലോകം. അപ്പോൾ എന്താന്ന് ബഹുമാനിക്കുമെങ്കിൽ കൊടുക്കാം, ബഹുമാനിക്കില്ലെങ്കിൽ ആർക്കും കൊടുക്കില്ല. ഒലവക്കാനോ മുസ്ലിയാറ്. അടുത്ത് ഇനി വലാ തുദമ്മൂന ലാ തൂജദു കലീലത്തൽ മായി, ഒരർത്ഥം വെള്ളം കുറഞ്ഞു പോയി എന്ന് പറയുന്നൊരു ആക്ഷേപ വാക്ക് അതിന് ബാധിക്കൂല. അപ്പം വെള്ളം കുറഞ്ഞു പോയി ആരെ ഏത് കാലത്ത് പറഞ്ഞിട്ടുണ്ടാകും. അത് മീൻ കൗലിൽ അറബി ബീറു ദമ്മ എന്ന് പറയും, കലീലും മാവുക, കിണറിനെ പറ്റി ബീറും ദമ്മ്. അപ്പം വെള്ളം ആവശ്യത്തിന് കിട്ടാത്തതിന്. ഇനി ഒരു കാക്കനെ പറ്റി പറഞ്ഞില്ലേ, വൽ ഖുറാബുൽ ആസം എന്ന് പറഞ്ഞാൽ ഫസറഹുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അതിന് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ഹദീസുണ്ട് വ്യാഖ്യാനിക്കും. ബി അന്നഹു അല്ലദീ ഹിദാ റിജ്ലൈഹി ബൈളാഉ, അതിൻ്റെ ഒരു കാല് വെളുത്തതായിരിക്കുമെന്ന്. അപ്പോൾ അപൂർവമായ ഒരു കാക്കയെന്നത്. റവാഹു ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു. കണ്ടാ, ഫലമ്മ ബുയ്യിന ലി അബ്ദുൽ മുത്തലിബ് ഷഅനുഹാ വദല്ല അലാ മൗളിഇഹാ വഅറഫ അന്നഹു സിദ്ഖുൻ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങാം.
അബ്ദുൽ മുത്തലിബ് ഉപ്പാപ്പാക്ക് അതിൻ്റെ അവസ്ഥകളും അതിൻ്റെ സ്വഭാവങ്ങളും അതിൻ്റെ മഹിമകളൊക്കെ ഏതാണ്ട് മനസ്സിലായി. പിന്നെ സ്ഥലവും അറിയിക്കപ്പെട്ടു. എന്തുകൊണ്ടു? കളക്കരി വഅറഫ അന്നഹു സിദ്ഖുൻ, ഇത് സത്യം താണെന്നാണ് മൂപ്പർക്ക് ബോധ്യപ്പെട്ട് 4-5 ദിവസം കഴിഞ്ഞില്ലേ. ഖദാ ബിമിഅവലിഹി, മൂപ്പർ എന്താക്കി പിക്കാസ് കൊടുത്തിട്ട് രാവിലെ കഴിഞ്ഞു. വമഅഹു വലദുൽ ഹാരിസു, മകൻ ഹാരിസ് കൂടെ ഉണ്ട്. ലൈസ ലഹു യൗമഇദിൻ വലദുൻ ഗൈറുഹു, അന്ന് ഹാരിസ് അല്ലാത്ത വേറെ മോനില്ല. അപ്പോൾ ബാക്കി 9 മക്കളും ഇതിന് ശേഷമാണ്. ഫജഅല യഹ്ഫദു 3 അയ്യാം, 3 ദിവസം കളച്ചു. ഫലമ്മ ബദാലഹു അത്വയ്യുൽ അക്ബർ, ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുള്ള ഒറിജിനൽ കിണറിൻ്റെ കെട്ടുണ്ടല്ലോ, അവിടത്തേക്ക് എത്തി. ബാക്കിയെല്ലാം മണ്ണിട്ടും മൂടിയ മണ്ണെല്ലാം നീങ്ങി അവിടത്തേക്ക് എത്തി. ഖാല ഹാദാ തയ്യു ഇസ്മായിൽ, പാപ്പ പറഞ്ഞത് ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ തയ്യാണിത് എന്ന് പറഞ്ഞു. ഫഖാമു ഇലൈഹി ഫഖാലു ഇന്നഹാ ബിറു അബീന ഇസ്മായിൽ. അപ്പം ജനങ്ങളെല്ലാം തടിച്ചുകൂടി നമ്മളോട് ചോദിക്കാണ്ടും മുഷാവറ ചെയ്യാതെയും സ്വന്തം അധികാരത്തിലൂടെ കിണർ കുഴിച്ചിട്ടുണ്ട്, വിട്ടാൽ പറ്റൂല എന്ന് പറഞ്ഞിട്ട് എന്താക്കി ബാക്കിയുള്ള ആളെല്ലാം കൊടിയിൽ സംഭവിക്കുന്നു. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ കിണറല്ലേ, നീയൊക്കെ സ്വന്തമായിട്ട് എന്താ ചെയ്യുക? നമ്മളും ആ മക്കളിൽപ്പെട്ട ആളല്ലേ, നിങ്ങളെന്താ നമ്മളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു കിണർ വയ്ക്കാൻ കാരണം? എന്നിട്ട് അബ്ദുൽ മുത്തലിബ് പല കത്തിക്കേറി. വൈന്നലാനഫിഹി ഹക്കാൻ, അതിൽ ഹക്ക് നമ്മക്കുണ്ട്. ഫാശരിക്കിന മാക്കഫി, അതുകൊണ്ട് നമ്മളെയും അതിൽ പങ്കെടുപ്പിക്കണം. ഫക്കാല മാ നബി ഫാഇലിൻ, അങ്ങനെ ഞാൻ ചെയ്യൂല. ഇത് അല്ലാഹു തആല എനിക്ക് പ്രത്യേകമായി സ്വപ്നത്തിൽ കൂടി അറിയിച്ച ഒരു കാര്യമാണ്. ഇന്ന ഹാദൽ അംറ ഖദ് ഖുസിസ്തു ബിഹി ദൂനക്കും, നിങ്ങൾക്കില്ലാതെ എനിക്ക് മാത്രം അല്ലാഹു നൽകിയത്. വഅതീതുഹു മിൻ ബൈനിക്കും ഖാലു ലഹു, അപ്പോൾ അവർ പറഞ്ഞു ഫാൻസിഫ്ന, നിങ്ങൾ നീതി പ്രവർത്തിക്കണം, നിങ്ങൾ ഏകപക്ഷീയമായിട്ടാക്കിയ നീതി പ്രവർത്തിക്കണം. ഫന ഖൈറു താരിഖീക, നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. വഹത്താ നുഖാസിമക ഫീഹാ, അതിനെന്താക്കണം? തർക്കം തീർത്തിട്ട് ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കണം. അങ്ങനെ പോയിട്ട് ഖാല ഫജ്അലു ബൈനി വബൈനക്കും മൻ ശീതും, എന്നാൽ പിന്നെ ഒരു മധ്യസ്ഥനെ തീരുമാനിക്കും, നിങ്ങൾ ആളെ തിരഞ്ഞെടുത്തോ, ഞാനും പങ്കെടുക്കാം. വഹാക്കിംകും ഇലൈഹി, അദ്ദേഹത്തിനെ കൊണ്ട് നമുക്ക് കേസ് ബോധിപ്പിക്കാം. അങ്ങനെ കാലു, അവർ പറഞ്ഞ് കാഹിനത്ത് സഅദ് ബിൻ ഹുദൈം എന്ന് പറഞ്ഞാൽ എന്താണ്? സഅദ് ബിൻ ഹുദൈം ഒരു ഗോത്രക്കാരുടെ പേരാണ്, അവിടെ ഉള്ളതല്ല, പുറനാട്ടിൽ. ആ പെണ്ണുങ്ങൾക്കൊരു ജിന്നുണ്ട്, അവിടെ ജിന്നിൽ അമിതമായി വിശ്വാസം അർപ്പിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, തീരെ തള്ളിക്കളയണമെന്നും അല്ല പറഞ്ഞു. അതിനെപ്പറ്റിയെല്ലാം നമുക്കെല്ലാം മുത്തവസിത്തായ നല്ല ഫലൽ ഖബീർ സഖത്ത തിരിയുന്ന ആളൊക്കെ ഞാൻ നിങ്ങൾ കേൾക്കുന്നത്. അന്ധമായിട്ട് വിശ്വസിക്കുമ്പോഴാണ്, കാരണം ജിന്നാശം ഒന്നായിരിക്കില്ല, പെട്ടെങ്കിൽ ശീലിയിരിക്കും. ജിന്നായിട്ട് കോലം കിട്ടിയാൽ ജിന്നാവുക. ഇത് കാഹിനത്താണ്. ഈ പെണ്ണുങ്ങളിത് അന്ന് ജാഹിലിയക്കാലല്ലേ, ഇന്നത്തെ ഞാൻ കാണാൻ കുറച്ച് ജാഹിലിയത്ത് കുറവായിരിക്കുമെന്ന്. ഇന്ന് കുറച്ച് അറബിക് കോളേജുള്ള കാലമൊന്നും മാത്രമേ ഉള്ളൂ. അവർ പറഞ്ഞാൽ അത് ഭേദവിധിയായി കണക്കാക്കുന്ന കാലമാണ്. അതുകൊണ്ട് ആ പെണ്ണുങ്ങൾ എന്താക്കുക, നമുക്ക് മധ്യസ്ഥത്തെ തീരുമാനിക്കാമെന്ന് അവർ അഭിപ്രായപ്പെട്ടപ്പോൾ എന്നാൽ പിന്നെ ആയിക്കോട്ടെ. അബ്ദുൽ മുത്തലിബ് ഉപ്പാപ്പിയെ സംബന്ധിച്ച് കാലനാം വക്കാനത്ത് ബി അഷ്റാഫി ഷാം, അതാ പറഞ്ഞത് ഷാമിൻ്റെ ഭാഗത്താണ് ഈ പെണ്ണുങ്ങളുള്ളത്. ഇതിനെന്താക്കണം? ഷാമിലേക്ക് പോകണം. ഫറഖിബ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു യാത്ര പുറപ്പെട്ടു. വമഅഹു നഫറ മിൻ ബനി അബ്ദി മനാഫ്, ബനു അബ്ദു മനാഫിൻ്റെ കുറേ ആൾക്കാരുണ്ട് ഒരു ഭാഗത്ത്. അബ്ദുൽ മനാഫ് ആരാന്ന്? പാപ്പ. വറഖിബ മിൻ കുല്ലി ഖബീലത്തിൻ മിൻ ഖുറൈശിൻ നഫറുൻ, ഖുറൈശികളിൽപ്പെട്ട ഓരോ കബീലയിൽ നിന്നും ഓരോ സംഘം വലിയ ജനക്കൂട്ടം മറുവശത്തും പുറപ്പെട്ടു. ഫഖറജു ഹത്താ ഇദാ കാനു ബിമഫാസത്തിൻ ബൈനൽ ഹിജാസ് വശാം, ഷാമിൻ്റെയും ഹിജാസിൻ്റെയും ഇടയിൽ ആളൊഴിഞ്ഞ വലിയൊരു മരുഭൂമിയിലെത്തിയപ്പോൾ ലമി അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു വസ്ഹാബുഹു, അബ്ദുൽ മുത്തലിബും കൂടെയുള്ള ആളുകൾക്കും ഭയങ്കരമായ ദാഹമായി. ഹത്താ ഐക്കനു ബിൽ ഹലക്ക, ഇനി ഹലാക്കാവലല്ലാത്ത വേറെ ഒരു ഒന്നുമില്ല, ഹലാക്കിൻ്റെ പക്കത്തെത്തി. ഫസ്തസ്ഖൗ മമ്മാഹും മിൻ ഖബായിലി ഖുറൈശ്, അപ്പോൾ മറുവശത്താരുണ്ട്, ഖുറൈശികളുടെ കബീലക്കാർ പറഞ്ഞ വെള്ളം എല്ലാം ഉണ്ട്. അവരോട് വെള്ളം ആവശ്യപ്പെട്ടു. നിങ്ങൾ നമ്മുടെ എതിര് കക്ഷിയാണ്, തരൂല എന്ന് പറഞ്ഞിട്ട് ഓർമ്മടക്കി.
നിങ്ങളങ്ങനെ നിങ്ങളാരാ നമ്മളോട് ചോദിക്കാണ്ട് ക്യാമ്പ് കിണർ വെച്ചില്ലേ, നിങ്ങൾ വിടൂല, ദാഹം ഉണ്ടെങ്കിൽ മരിച്ചോ. ഫഅബൗ, അവർ കൊടുക്കാൻ സമ്മതിച്ചില്ല. വഖാലു ഇന്നാ ബിമഫാസത്തിൻ നഖ്ശല ഫസ്ന മിസ്ലമ അസാബക്കും, ഒരവസരത്തിൽ നീക്ക് വെള്ളം തന്നിട്ട് നമുക്ക് ഇതേമാതിരി ദാഹം വന്ന നമുക്ക് ആരും വെള്ളം തരും? അപ്പോൾ അബ്ദുൽ മുത്തലിബ് ഉപ്പാപ്പ വലിയ ക്ഷമാശീലനാണെന്നും നബി സല്ലല്ലാഹു അലൈഹി സ്വഭാവത്തിനോട് ഒക്കുന്ന സ്വഭാവത്തിൻ്റെ ആണെന്ന് മുമ്പ് പഠിച്ചിട്ടുണ്ട്. പയപ്പത്തിൽ താടിയിലും പിടിച്ച് വലിച്ചിട്ട് മൂപ്പറെ വല്ലാണ്ട് ഇടങ്ങറാക്കി എന്ന് പറഞ്ഞു. കയറ്റി കയറിട്ട് വലിക്കാൻ നോക്കിയില്ല. പക്ഷെ മൂപ്പർക്ക് വലിയ ഇൽമ മിൻ ഹുലമായി ഖുറൈശ് എന്നല്ലേ പറഞ്ഞു. ഫലമ്മാ റഅ മാ സനഅൽ ഖൗമു, ഈ കൗമീങ്ങൾ കാട്ടിക്കൂട്ടിയത് മൂപ്പർ കണ്ട്, വമാ യതഖവഫു അലാ നഫ്സിഹി വഅസ്ഹാബിഹി, സ്വന്തം തടിക്കും അസ്ഹാബിമാർക്കും പേടിക്കപ്പെടുന്നൊരു കാര്യം ഇതാ ഹലാക്ക് വരാൻ പോകുന്നുണ്ട്. ഖാല മാദാ തറൗന, കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു എന്താ നീ ചെയ്യുന്നത്? ഖാല മാ റഅയ്ന ഇല്ലാ തബിഉൽ ലിറഅയിക്, ഉപ്പാപ്പ എന്താ പറഞ്ഞത് അത് നമ്മൾ സ്വീകരിക്കാനല്ലാതെ വേറൊന്നും നമ്മൾ കാണുന്നില്ല. ഫമുർന ബിമാ ശൈത, അവിടുന്ന് കൽപ്പിച്ചോളൂ, നമ്മൾ അനുസരിക്കാം. ഫഅമറഹും, അപ്പം മൂപ്പർ പറഞ്ഞു ഏതായാലും മരിക്കൂലേ, നാം ഓരോരുത്തർ കബർ കുഴിച്ച് വെക്കാം. അതെത്തിട്ട് പറച്ചല് എല്ലാവർക്കും കബർ കുഴിച്ച് വെച്ചാൽ നമ്മുടെ മറാടാണ്ട് ഇവർ ചാടിച്ച് പോയിട്ടുണ്ടെങ്കിലോ അത് ചെയ്യാമല്ലോ. ഫഹഫറു ഖുബൂറഹും, അങ്ങനെ കബർ വെച്ച്. ഖാല മമ്മാത വാറാഹു അസ്ഹാബു, ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ജീവിച്ചിരിക്കുന്ന സുഹൃത്തുക്കൾ ഇവരെ മറമാടണം. ഹത്താ യകൂനൽ ആഖിറ, അങ്ങനെ അവസാനത്തെട്ടെ. അപ്പോൾ ഫലൈഅതുഹു ഐസറു മിൻ റക്ബിൻ, അത് ഒരു സംഘം യാത്രാ സംഘം മുഴുവനും മരിക്കുന്നതിനേക്കാണ് സഹിക്കാവുന്നതാണല്ലോ ഒരാൾ മരിക്കാന്നുള്ളത്. ഇരിക്കട്ടെ. വഖഅദു യന്തളിറൂനൽ മൗത ആതിശൻ, അങ്ങനെ ദാഹം വന്നിട്ട് ഇപ്പം മരിക്കും എന്നുള്ള ചുറ്റുപാടിൽ മരണത്തിനെ കാത്തിരുന്നുകൊണ്ടാണ് ഇവർ ഇരിക്കുന്നത്. പിന്നീട് ഉപ്പാപ്പാക്ക് പെട്ടെന്നൊരു ചിന്താമാറ്റം. സുമ്മക്കാല വല്ലാഹി ഇൽഖാഉന ബിഐദിനാ ലിൽ മൗതി തജസ്സുറുൻ, മൗത്ത് മരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതിനെ കാത്തിരിക്കൽ ഒരു എന്താണ്, ഒരു ചങ്കൂറ്റം. നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചിരിക്കുകയല്ലേ വേണ്ടത്. അതുകൊണ്ട് എന്താക്കുക, നല്ലരിബന്ന ഫിൽ അർളി, ഭൂമിയിൽ കുറച്ചും കൂടെ യാത്ര ചെയ്യാം. എന്തുകൊണ്ട് അസല്ലാഹു അൻ യർസുഖന മാഅൻ ബിബഅദിൽ ബിലാദ്, ഈ നാട്ടിലല്ലെങ്കിൽ മറ്റൊരിടത്ത് അല്ലാഹു തആല വെള്ളം തരാമല്ലോ. വറകിബ റാഹിലതഹു, അങ്ങനെ മൂപ്പർ വാഹനത്തിൽ കയറി. ഫലമ്മ ബഅസ ബിഹി, ഒട്ടകപ്പുറത്ത് കയറിയപ്പോൾ എന്താ ഇംബഅസത ബിഹി ഇൻഫജറത മിൻ തഹതി ഖുഫിഹാ ഐനു മാഇൻ, ഈ ഒട്ടകം ചവിട്ടിയ സ്ഥലത്ത്, കാല് പൊന്നിയ സ്ഥലത്ത് വലിയ ഉറവ് പൊട്ടിയിട്ട് ക്ഷീന്നിട്ട് വെള്ളം ചീറ്റാൻ തുടങ്ങി. മുകളിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ മടങ്ങി വീണു. ഇതൊരു കറാമത്താണ്. എവിടെയും പഠിച്ച ജാലിയെ ചോദിച്ചേക്കൂ അബ്ദുൽ മുത്തലിബിന് കറാമത്തുണ്ടാവും. ഓർ കറാമത്തിൽ പിന്നെ ഇരിക്കണ്ടാണ്ട് ഓർ ബിംബത്തിന് പറഞ്ഞു, ഓർ ബിംബത്തിന് ആരാധിച്ചിട്ടുണ്ട്. നാട്ടിൽ ബിംബുണ്ടെങ്കിൽ ഇവൻ ആരാധിച്ചിരുന്ന നമ്മ പോകുന്ന വയ്ക്കെല്ലാം കള്ളിച്ചപ്പുണ്ട് എല്ലാവരും കയറി കുടിച്ചെന്നായിട്ടോ എന്താ തോന്നേശം പറയല, ആരാന്ന് മനസ്സിലാക്കണം. ഫകബ്ബറ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അസ്ഹാബു, എല്ലാവരും തക്ബീർ ചൊല്ലാൻ തുടങ്ങി. സുമ്മ നസല, വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങി. ഫശരിബു വസ്തഖൗ, കുടിക്കുകയും ചെയ്ത് പാത്രങ്ങളൊക്കെ നിറച്ച്. ഹത്താ മലഉ അസ്ഖിയതഹും, പാത്രങ്ങൾ മുഴുവനും നിറച്ച്. സുമ്മ ദഅ കബാല ഖുറൈശ്, പിന്നെ ഖുറൈശികളെ വിളിച്ചിട്ട് പറഞ്ഞ് ആരോടോ എനിക്ക് വെള്ളം തരൂല എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ട് വെള്ളം തരാമെന്ന്. ഇങ്ങോട്ട് വാ, നിങ്ങൾ പാത്രം എടുത്തിട്ട് ഇങ്ങോട്ട് വാ, എനിക്ക് അല്ലാഹ് തന്ന വെള്ളമുണ്ട്, ഞാൻ നിങ്ങൾക്ക് തരും. ആ ഫഖാല ഹലുമ്മ ഇലൽ മാ, എല്ലാവരും വെള്ളം കോരാൻ വരുമോ എന്ന് പറഞ്ഞു. അങ്ങനെ ഫഖദ് സഖാന അല്ലാഹു തആല, അല്ലാഹു തആല നമുക്ക് കുടിപ്പിച്ചിരിക്കുന്നു. ഫസ്തഖ, അവർ വന്ന് കുടിച്ച്. വശരിബു വസ്തഖ ഹത്താ മലഉ അസ്ഖിയതഹും, അവർ പാത്രം നിറച്ച്. എന്നിട്ട് സുമ്മ കാല, പിന്നെ പറഞ്ഞു വല്ലാഹി ഖലാലക അലൈനാ യാ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബെ നമ്മൾക്കെതിരായിക്കൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു തആല അനുകൂലമായി വിധിച്ചിരിക്കുന്നു. എന്നോടൊപ്പണ്ട ഷാമിലേക്കൊന്നും പോണ്ട, വിധി തീർന്നിരിക്കുന്നു, തർക്കം തീർന്ന്. എന്താണ് കാരണം പറഞ്ഞത്? വല്ലാഹി ലാ നുഖാസിബുക ഫീ സംസം അബദ,
സംസമിൻ്റെ വിഷയത്തിൽ ഒരിക്കലും നിങ്ങളോടൊരു തർക്കമില്ല. ഇന്നല്ലദീ അസ്ഖാക ഹാദൽ മാഅ ബിഹാദിഹിൽ ഫലാത്തി, വെള്ളം തീരെ ഇല്ലാത്ത ഈ മധ്യ മരുഭൂമിയിൽ വെള്ളം തന്ന അള്ളാഹു കാബത്തിൻ്റെ ആടെ ഹജ്ജാജിമാർക്ക് കുടിപ്പിക്കാൻ വെള്ളം തരുമെന്ന് പിന്നെ പറയേണ്ടില്ലല്ലോ, അത് നിങ്ങളെ സ്വന്തമല്ലല്ലോ. അതുകൊണ്ട് ഫഹുവല്ലദീ അസ്ഖാക സംസം ഫർജി ഇലാ സിഖാതിക, നിങ്ങൾ തന്നെ സംസം കൊടുത്തോ, ആളെ കുടിപ്പിച്ചോ എന്ന് പറഞ്ഞിട്ട് എന്താക്കി തർക്കം തീർന്നു. ഇത് ഒറ്റ കറാമത്ത്. ഫറജഅ വറജഉ മഅഹു വലം യസിലു ഇലൽ കാഹിന, പിന്നെ കാഹിനത്തിലേക്ക് പോയിട്ടില്ല. അത് കണ്ട് വഖല്ലൗ ബൈനഹു ബൈന സംസം, സംസത്തിൻ്റെ ഇടയിൽ ഓർക്കും വിട്ടുകൊടുത്തു. ഇനി വേറെ കുഴപ്പക്കാരൻ വരുന്നുണ്ട്, ഇങ്ങനെ നിന്ന് വിട്ടുകൊടുത്താൽ പറ്റൂലാര്. സുമ്മ ആബാഹു അദീബിന് നൗഫൽ ഇബ്നു അബ്ദു മനാഫ്, നമുക്കറിയാം അബ്ദുൽ മനാഫിന് എത്ര മക്കള്? 4. അതിൽപ്പെട്ടാരെല്ലാം എന്ന് പറഞ്ഞാൽ നൗഫല്, അബ്ദുൽ ഷംസ്, പിന്നെ ഹാഷിമ്, മുത്തലിബ്, ഇതല്ലേ? ആ കൂട്ടത്തിൽപ്പെട്ട അബ്ദുൽ മോൻ മറ്റേ നൗഫലുണ്ടല്ലോ, ആ നൗഫലിൻ്റെ മകനുണ്ട് ആര്? അദിയ്. അദിയ് വന്നിട്ട് പറഞ്ഞ് മറ്റോട് വിട്ടാച്ചാലും ഞാൻ വിട്ടുകൊടുക്കില്ല, പിന്നെ അബ്ദുൽ മുത്തലിബിനെ പിടികൂടാൻ വരികയെന്ന്. വക്കാലോ യാ അബ്ദുൽ മുത്തലിബ് അന്ത അലൈന വ അന്ത ഫസ്സുൻ വലാ വലദലക്, നിങ്ങൾ മക്കളില്ലാത്തൊരാളാണ്, നിങ്ങൾ ഒറ്റത്തടിയാണ് അല്ലേ, അതുകൊണ്ട് നിങ്ങളിങ്ങനെ അധികാരം കാട്ടാനൊന്നും വിടൂല എന്ന് പറഞ്ഞുകൊണ്ടിട്ട് അദ്ദേഹം തട്ടിക്കറി. ഹാരിസയിലുള്ളൂ. വക്കാല അബിൽ ഖില്ലത്തി തുഅയ്യുനി, മക്കളില്ല എനിക്ക് ആൾപാടൊന്നുമില്ല എന്ന് വെച്ചിട്ടാണോ നീ എന്നെ കുറവാക്കുന്നത്? എന്നാൽ ഫവല്ലാഹി ലഇൻ ആതാനി അല്ലാഹു അശറത്തൻ മിനൽ വലദി ദുകൂറൻ, അള്ളാഹിനെ തന്നെ സത്യം, എന്താണ് ആൺമക്കളായിട്ട് 10 ആളുകൾ അള്ളാഹ് എനിക്ക് തന്നെങ്കിൽ അൻഹറന്ന അഹദഹും, അതിൽപ്പെട്ട ഒരാളെ ഞാനെന്താക്കും മറക്കാൻ തയ്യാറാണ്. ഇൻദൽ കാബത്തിൻ്റെ അടുക്കൽ വക്കീല സഫഹ അലൈഹി വഅലാ ഇബ്നിഹി നാസു മിനൽ ഖുറൈശ്. ഇനി ഈ അദിയിന് പുറമെ ഖുറൈശികളിൽപ്പെട്ട കുറച്ചാളുകളും ഉപ്പാപ്പാനെയും മകൻ ഹാരിസിനെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വന്നിരുന്നു. വനാസഉഹുമ, എന്നിട്ട് അവർ തർക്കത്തിന് എതിരേറ്റ് നിന്ന്. വഖാതലൂഹുമ, അവർ രണ്ടാളോടും ഭയങ്കരമായ ഖിതാൽ നടത്തി. വഷ്തദ്ദാലിക ബൽവാഹു ബിദാലിക ബൽവാഹു, ഇതുകൊണ്ട് എന്താ അബ്ദുൽ മുത്തലിബിന് വലിയ പ്രയാസം നേരിടേണ്ടി വന്നു. വക്കാന മഅഹു വലദഹുൽ ഹാരിസ്, മകൻ ഹാരിസുണ്ട്. വലം യകുല്ലഹു വലദ് സിബാഹു, വേറെ മക്കളില്ല നേരത്തെ പറഞ്ഞില്ലേ. ഫനദറ, അന്നാണ് നേർച്ചയ്ക്കതില്ല. ഇൻ ജാഅ ലഹു അശറത്തു ബനീൻ വസാറു ലഹു ആവാനൻ ലയദ്ബഹന്ന അഹദഹും ഖുർബൻ ലില്ലാഹി തആല ഇൻദൽ കഅബ, എന്നെ സഹായിക്കാൻ ഉതകുന്ന തരത്തിലുള്ള 10 മക്കളെ അള്ളാഹു തആലയ്ക്ക് നൽകുകയാണെങ്കിൽ കാബത്തിൻ്റെ അടുത്ത് വെച്ച് ഒരു മകനെ ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി അറുക്കാൻ തയ്യാറാണ്. ഇനി ബാക്കി ഇൻഷാ അല്ലാഹ് അവിടുന്ന് അങ്ങോട്ട് എന്തായി നമുക്ക് ചിന്തിക്കാം.